പ്രപഞ്ചത്തിന്റെ ആരംഭകാലം മുതൽ പ്രപഞ്ചം നിരന്തരമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വികാസത്തിന്റെ അനന്തരഫലമായിട്ടാണ് ഗാലക്സികൾ തമ്മിൽ അകന്നു പോകുന്നത്. പ്രപഞ്ച വികാസത്തിന്റെ വേഗത എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർധനവ് ഒരു കൃത്യമായ നിരക്കിലൊന്നുമല്ല സംഭവിക്കുന്നത്. എന്നാൽ ഈയിടെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് പ്രപഞ്ച വികാസത്തെക്കുറിച്ച് ചില വിചിത്രമായ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിലൂടെ പ്രപഞ്ച വികാസത്തിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പ്രപഞ്ച വികാസത്തിന്റെ വേഗത എത്രയാണെന്നും നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നും ഇതിനു പിന്നിലെ മറ്റ് രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. പ്രപഞ്ച വികാസത്തിന്റെയും ഒപ്പം ബിഗ് ബാങ് സിദ്ധാന്തത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചത്തിന്റെ പ്രായം എത്രയാണെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇതെങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലേക്ക് പോകണം. ആ കാലത്തിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ജ്യോതിശാസ്ത്രജ്ഞരും പ്രപഞ്ചത്തിന്റെ പ്രായത്തിനെക്കുറിച്ചും വലിപ്പത്തിനെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ തീവ്രമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി പ്രപഞ്ച വികാസം എന്ന പ്രതിഭാസത്തിനെയാണ് അവരുപയോഗിച്ചത്. എഡ്വിൻ ഹബിൾ എന്ന ലോക പ്രശസ്തനായ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഇതിനെല്ലാം തുടക്കമിട്ടത്. ശരിക്കും ഈ ഒരു കാലത്തിന്റെ തുടക്കത്തിൽ വരെ മുഴുവൻ പ്രപഞ്ചമെന്നത് നമ്മുടെ ഗാലക്സി മാത്രമാണെന്നാണ് ഒട്ടുമിക്ക ജ്യോതിശാസ്ത്രജ്ഞരും കരുതിയിരുന്നത്. എന്നാൽ എഡ്വിൻ ഹബിൾ ആണ് നമ്മളൊരു ഗാലക്സിക്കുള്ളിലാണെന്നും ഇതുപോലെ വേറെയും ധാരാളം ഗാലക്സികൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടെന്നും തിരിച്ചറിഞ്ഞത്. അതുപോലെ ആകാശത്തിൽ നമ്മൾ നക്ഷത്രങ്ങളായിട്ടും നെബുലകളായിട്ടുമൊക്കെ കാണുന്ന പല വസ്തുക്കളും ഗാലക്സികളാണെന്ന് കണ്ടുപിടിച്ചതും ഹബിൾ ആണ്. അതുമാത്രമല്ല, അദ്ദേഹം കൂടുതലായിട്ട് ബഹിരാകാശത്തിനെ നിരീക്ഷിച്ചപ്പോൾ ഈ കാണുന്ന ഗാലക്സികളൊന്നും ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നവയല്ല, മറിച്ച് അവയെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലായി. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ മറ്റൊരു വിചിത്രമായ കാര്യവും കൂടെ അദ്ദേഹം ശ്രദ്ധിച്ചു. എന്താണെന്നാൽ ഒരു ഗാലക്സി നമ്മിൽ നിന്നും അകലുന്നതിനനുസരിച്ച് ആ ഗാലക്സി അകലുന്ന വേഗതയും കൂടുതലായിരിക്കും. അതായത് 100 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു ഗാലക്സി നമ്മളിൽ നിന്നും അകലുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിലായിരിക്കും 200 പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു ഗാലക്സി അകലുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ തീർച്ചയായും പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണമെന്ന് അന്ന് ജ്യോതിശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി. അപ്പോൾ ദൃശ്യപ്രപഞ്ചത്തിന്റെ വലിപ്പവും പ്രപഞ്ച വികാസവും പരിഗണിക്കുമ്പോൾ ദൃശ്യപ്രപഞ്ചം ഇത്രയും വലുതാകാൻ എത്ര കാലം വികസിക്കേണ്ടി വന്നു എന്നും കണക്കുകൂട്ടാൻ കഴിയും. അങ്ങനെയാണ് പ്രധാനമായും പ്രപഞ്ചത്തിന്റെ പ്രായം എത്രയാണെന്ന് നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷേ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ കാണുന്ന ഗാലക്സികളൊക്കെ നമ്മളിൽ നിന്നും എത്ര ദൂരത്തിലാണ് നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അവ നമ്മിൽ നിന്നും എത്ര വേഗതയിലാണ് അകലുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവ എത്ര ദൂരത്തിലാണെന്ന് മനസ്സിലാക്കുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ അടുത്തുള്ള ബഹിരാകാശ വസ്തുക്കൾ എത്ര ദൂരം അകലെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പാരലാക്സ് മെത്തേഡ് ഉപയോഗിക്കാം. എന്നാൽ ഈ മാർഗത്തിലൂടെ ഒരുപാട് അകലെയുള്ള വസ്തുക്കൾ എത്ര ദൂരത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിനുവേണ്ടി ജ്യോതിശാസ്ത്രജ്ഞർ മറ്റു 2 മാർഗങ്ങൾ കണ്ടെത്തി. സൂപ്പർനോവയും സെഫേദ് വേരിയബിൾ എന്ന നക്ഷത്രങ്ങളും. അതായത് ടൈപ്പ് 1A എന്ന തരം സൂപ്പർനോവകൾക്ക് എപ്പോഴും ഏകദേശം ഒരേ അളവിലുള്ള ഊർജമായിരിക്കും ഉള്ളത്. ഊർജമെന്നുദ്ദേശിക്കുന്നത് ബ്രൈറ്റ്നസ് ആണ്, അഥവാ പ്രകാശ തീവ്രത. ഒരു വസ്തുവിന്റെ പ്രകാശ തീവ്രത എത്രത്തോളമാണെന്ന് അറിയാമെങ്കിൽ സ്വാഭാവികമായും അതെത്ര ദൂരത്തിലാണ് നിലനിൽക്കുന്നതെന്നും നമുക്ക് കണക്കുകൂട്ടാൻ കഴിയും. അതിനാൽ തന്നെ ഒരു ഗാലക്സിയിൽ സംഭവിക്കുന്ന ടൈപ്പ് 1A സൂപ്പർനോവകളെ നിരീക്ഷിക്കുമ്പോൾ അവ എത്ര ദൂരത്തിലാണ് നിലനിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ മാർഗമാണ് സെഫേദ് വേരിയബിൾ നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നാൽ ഇത്തരം നക്ഷത്രങ്ങളുടെ പ്രകാശം കൃത്യമായ ഇടവേളകളിൽ വെച്ച് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. പല ദിവസങ്ങളുടെ ഇടവേളകളിലായിരിക്കും ഇങ്ങനെ പ്രകാശം കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഇതെത്ര ദിവസങ്ങളുടെ ഇടവേളകളിലാണ് മങ്ങുകയും പ്രകാശിക്കുകയും ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ പ്രകാശത്തിന്റെ തീവ്രതയാണ്. കൂടുതൽ ദിവസങ്ങളുടെ ഇടവേളകളിൽ മിന്നുന്ന നക്ഷത്രങ്ങളായിരിക്കും കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ളവ. അതിനാൽ തന്നെ ഈ നക്ഷത്രങ്ങളുടെ പ്രകാശ തീവ്രത ഉപയോഗിച്ചും അതെത്ര ദൂരത്തിലാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താനാകും. പക്ഷേ ഒരുപാട് അകലെയുള്ള ഗാലക്സികളിലെ സൂപ്പർനോവകളെയും സെഫീദ് നക്ഷത്രങ്ങളെയും ഒക്കെ നിരീക്ഷിക്കുക എന്നത് പണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു.
ഒടുവിൽ 1990 നാസ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിച്ചു. പ്രപഞ്ച വികാസം, പ്രപഞ്ചത്തിന്റെ വലിപ്പം, പിന്നെ പ്രപഞ്ചത്തിന്റെ പ്രായം, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതായിരുന്നു ഹബിളിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങൾ. ഹബിൾ ടെലിസ്കോപ്പ് വിക്ഷേപിക്കുന്നതിന് മുന്നേ വരെ പ്രപഞ്ചത്തിന് ഏകദേശം 800 കോടി മുതൽ 2000 കോടി വർഷങ്ങളുടെ വരെ പ്രായമുണ്ടായിരുന്നുവെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഹബിളിലൂടെ പല വർഷങ്ങളായിട്ട് നടത്തിയ നിരീക്ഷണങ്ങളിലൂടെ പ്രപഞ്ചത്തിന് ഏകദേശം 1370 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ നിരീക്ഷണങ്ങൾ നടത്തുന്നതിനിടയിൽ 1998 മറ്റൊരു കാര്യവും കൂടെ കണ്ടെത്തി. എന്താണെന്നാൽ പ്രപഞ്ചം വികസിക്കുന്ന വേഗത എപ്പോഴും നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പിന്നിലുള്ള കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഡാർക്ക് എനർജി എന്ന സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുവന്നത്. അതായത് നമുക്ക് കാണാൻ കഴിയാത്ത എന്തോ ഒരു തരം ഊർജം പ്രപഞ്ച വികാസത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഊർജത്തിനെയാണ് ഡാർക്ക് എനർജി എന്ന് പറയുന്നത്. ഡാർക്ക് എനർജി എന്ന പേര് അതിന്റെ നിറത്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് കരുതരുത്, മറിച്ച് ഇതിനെ നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ ഡാർക്ക് എനർജി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വസ്തുക്കളുമായിട്ടും ഇടപഴകാത്തതുകൊണ്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയാത്തത്. എന്തായാലും പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം മാത്രം അന്ന് ജ്യോതിശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി. ശേഷം 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഹബിൾ ടെലിസ്കോപ്പിന്റെ സഹായത്തോടു കൂടെ ഒരുപാട് ടൈപ്പ് 1A സൂപ്പർനോവകളെയും സെഫീദ് നക്ഷത്രങ്ങളെയും ഒക്കെ നിരീക്ഷിച്ചപ്പോൾ പ്രപഞ്ച വികാസത്തിന്റെ വേഗത ഏകദേശം 72 km/s/മെഗാ പാർസെക് ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നുവെച്ചാൽ ഓരോ മെഗാ പാർസെക് ദൂരം കഴിയുമ്പോഴും പ്രപഞ്ച വികാസത്തിന്റെ വേഗത 72 km/s വെച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരു മെഗാ പാർസെക് എന്ന് വെച്ചാൽ 32 ലക്ഷം പ്രകാശവർഷ ദൂരമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും 32 ലക്ഷം പ്രകാശവർഷ ദൂരം വരെയുള്ള ബഹിരാകാശം 72 km/s വേഗതയിലായിരിക്കും വികസിക്കുന്നത്. അത് കഴിഞ്ഞ് 32 ലക്ഷം മുതൽ 64 ലക്ഷം പ്രകാശവർഷ ദൂരം വരെയുള്ള ബഹിരാകാശം വികസിക്കുന്നത് 144 km/s വേഗതയിലായിരിക്കും. 64 ലക്ഷം മുതൽ 96 ലക്ഷം പ്രകാശവർഷം ദൂരം വരെയുള്ള ബഹിരാകാശം വികസിക്കുന്നത് 216 km/s വേഗതയിലായിരിക്കും. ഈ അളവിനെയാണ് നമ്മൾ ഹബിൾസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കണക്കുകൂട്ടി പോകുമ്പോൾ ഒടുവിൽ ഒരു നിശ്ചിത ദൂരം എത്തുമ്പോൾ പ്രകാശ വേഗതയിലായിരിക്കും പ്രപഞ്ചം വികസിക്കുന്നത്. ആ ദൂരത്തിനെയാണ് ദൃശ്യപ്രപഞ്ചത്തിന്റെ അതിരായിട്ട് നമ്മൾ പറയുന്നത്. കാരണം ഇതിനും അപ്പുറത്തുള്ള പ്രപഞ്ചം വികസിക്കുന്നത് പ്രകാശത്തിനേക്കാൾ കൂടുതൽ വേഗതയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനും അപ്പുറത്തുള്ള കാഴ്ചകളൊന്നും ഒരിക്കലും നമുക്കിവിടെ നിന്ന് കാണാനാകില്ല. എന്തായാലും ഈ ഹബിൾസ് കോൺസ്റ്റന്റ് വെച്ച് പ്രപഞ്ചത്തിന് ഏകദേശം 1370 കോടി വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ മനസ്സിലാക്കി. എന്നാൽ അതേസമയം കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനിൽ നിന്നും ലഭിക്കുന്ന ഡാറ്റ വെച്ച് കണക്കുകൂട്ടി നോക്കുമ്പോൾ ഇന്ന് പ്രപഞ്ചം വികസിക്കേണ്ടത് 67 km/s വേഗതയിലാണ്. പ്രപഞ്ചത്തിന്റെ ആരംഭകാലത്തിലുണ്ടായ റേഡിയേഷനാണ് കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ഈ ഒരു വിരോധാഭാസത്തിനെയാണ് ഹബിൾ ടെൻഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് പ്രപഞ്ചം ഇന്ന് എത്ര വേഗതയിലാണോ വികസിക്കേണ്ടത് അതിനേക്കാൾ കൂടുതൽ വേഗതയിലാണ് ഇപ്പോൾ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിരോധാഭാസമാണ് ഹബിൾ ടെൻഷൻ. പക്ഷേ ഇത് ഹബിൾ ടെലിസ്കോപ്പിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ്. മറ്റു ടെലിസ്കോപ്പുകളിലൂടെ നിരീക്ഷിച്ചപ്പോൾ വ്യത്യസ്തമായ വേഗതയാണ് നമ്മൾ കണ്ടത്. ഉദാഹരണത്തിന് പ്ലാങ്കിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചം വികസിക്കുന്നത് 67 km/s വേഗതയിലാണ്. ബി മാപ്പിലൂടെ നോക്കിയപ്പോൾ അത് ഏകദേശം 70 km/s ആയിരുന്നു. ഇങ്ങനെ ഓരോ ടെലിസ്കോപ്പും വ്യത്യസ്തമായ വേഗതകളാണ് രേഖപ്പെടുത്തുന്നത്. ഇതിനു പുറമെ വേറെയും നിരവധി ടെലിസ്കോപ്പുകളിലൂടെയും ഇതിനു സമാനമായ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാത്തിലും വ്യത്യസ്തമായ വേഗതയാണ് കാണിക്കുന്നത്. വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ 66 km/s മുതൽ 75 km/s വേഗത വരെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പ്രപഞ്ചത്തിലെ വ്യത്യസ്തമായ മേഖലകളെയാണ് ഓരോ ടെലിസ്കോപ്പിലൂടെയും നിരീക്ഷിക്കുന്നത്. അതുമാത്രമല്ല വ്യത്യസ്തമായ സമയങ്ങളിലാണ് ഇവയിലൂടെ നിരീക്ഷണങ്ങൾ നടത്തുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും പ്രപഞ്ച വികാസത്തിന്റെ വേഗത ഓരോ ടെലിസ്കോപ്പും വ്യത്യസ്തമായിട്ട് കാണിക്കുന്നതെന്നാണ് നിലവിലത്തെ സംശയം.
അങ്ങനെയെങ്കിൽ പ്രപഞ്ചം വികസിക്കുന്ന വേഗത എപ്പോഴും കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പ്രപഞ്ചത്തിന്റെ ഓരോ ഭാഗങ്ങളിലും വ്യത്യസ്തമായ വേഗതകളിലാണ് പ്രപഞ്ചം വികസിക്കുന്നതെന്നും നമുക്ക് കരുതേണ്ടി വരും. എന്നാൽ ഇതിനേക്കാൾ സാധ്യതയുള്ളത് മറ്റൊന്നാണ്. എന്താണെന്നാൽ നമ്മുടെ ഗാലക്സി നിലനിൽക്കുന്നത് KBC എന്നൊരു സൂപ്പർ വോയിഡിനുള്ളിലാണ്. വോയിഡുകൾക്കുള്ളിൽ ഗാലക്സികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതിനാൽ തന്നെ അവിടെയുള്ള ഗാലക്സികൾ വളരെ വേഗതയിലായിരിക്കും ചലിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഹബിൾ കോൺസ്റ്റന്റിന്റെ വേഗത 75 km/s ഒക്കെയായി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഈ വേഗത നമ്മൾ കരുതുന്നതിനേക്കാൾ ഒരുപാട് കുറവായിരിക്കും. മറ്റൊരു സാധ്യത എന്നത് ചിലപ്പോൾ നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിലെ നിയമങ്ങൾ, അതായത് നമ്മുടെ കാൽക്കുലേഷൻസിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഒരുപക്ഷെ നമ്മൾ നടത്തിയ നിരീക്ഷണങ്ങളിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ചെറിയ പിഴവുകളായിരിക്കും. എന്തു തന്നെയായാലും അതിൻ്റെ കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈയിടെ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ഹബിൾ ടെലിസ്കോപ്പ് ശേഖരിച്ച ഡാറ്റ മുഴുവനും ഉപയോഗിച്ച് ജ്യോതിശാസ്ത്രജ്ഞർ വീണ്ടും ഒരു പഠനം നടത്തി. വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് ഈ പഠനം അവർ നടത്തിയത്. എത്ര ദൂരത്തിലാണ് നിലനിൽക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്ന ഗാലക്സികളെയും നക്ഷത്രങ്ങളെയുമാണ് ഈ പഠനങ്ങൾക്ക് ആവശ്യമായ നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി ശാസ്ത്രജ്ഞർ ഉപയോഗിച്ചത്. പക്ഷേ അപ്പോഴും ഈ പഠനത്തിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹബിൾ കോൺസ്റ്റന്റ് 74 km/s/MPa ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ അത് കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനിൽ നിന്നും ലഭിച്ച ഡേറ്റയുമായിട്ട് പൊരുത്തപ്പെടുന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹബിൾ കോൺസ്റ്റന്റ് എത്രയാണെന്ന് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പോലും നമുക്ക് വ്യക്തമല്ല. ഒരു പക്ഷേ കൂടുതൽ നിരീക്ഷണങ്ങളിലൂടെ പ്രപഞ്ച വികാസത്തിന്റെ വേഗത നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.